പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. തിരുഹൃദയം ദുഷ്ടശത്രുവിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ പറയുന്നത് നോക്കിയിരിക്കുവാണ് ഞാൻ ഹല്ലേലൂയ പറയാൻ വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വലിയ സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട സേവർക്ക മട്ടാരിച്ചന്റെ കൂട്ടായ്മയിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, പിന്നെ വിനോദിച്ച വട്ടാലച്ചന് അഭിഷേക ശുശ്രൂഷയിൽ ഇങ്ങനെ സ്റ്റോക്കിലെടുക്കാൻ വരാൻ സമയ സാഹചര്യം കിട്ടാത്തതെന്നാന്ന് ഞങ്ങൾക്കറിയാം, എന്നാലും സാക്ഷ്യത്തിലൊക്കെ അച്ഛനെ കാണുമ്പോൾ വലിയൊരു സന്തോഷമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരിക്കും വട്ടാലച്ചന്റെ ആത്മീയ കൂട്ടായ്മ നമുക്ക് വലിയ ഒരു സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചങ്ങ് ഒരുങ്ങാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം. പഴയ നിയമത്തിൽ അബ്രാഹത്തിൻ്റെ ഭൃത്യൻ ഇസഹാക്കിന് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ പോകുന്ന രംഗമുണ്ട്. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ അവൻ സാഷ്ടാംഗം വീണ് കർത്താവിനെ ആരാധിക്കുകയാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ദൈവാരാധന എവിടെയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. കർത്താവിൻ്റെ നാമം ആരനുസ്മരിച്ചാലും വാഗ്ദാനമാണ്, ഞാൻ അവിടെ വന്ന് അനുഗ്രഹിക്കും. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പം നമ്മൾ വീട്ടിലായിരിക്കാം, യാത്രയിലായിരിക്കാം, കൂട്ടുകാർ ഒരുമിച്ചായിരിക്കാം. കഴിഞ്ഞ ദിവസം സാക്ഷി ഓർക്കുന്നില്ല, ഹോസ്റ്റലിലെ കുട്ടികളെല്ലാം കൂടെ ഒരുമിച്ച് സിസ്റ്റർമാരുടെ നേതൃത്വത്തിൽ ആ ശുശ്രൂഷയെ സംബന്ധിക്കുന്നു. അങ്ങനെ അവിടെ ദൈവാരാധന നടക്കുമ്പോൾ ആ സ്ഥലത്ത് ഈശോ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കുട്ടികളും യുവജനങ്ങളും മാതാപിതാക്കന്മാരും പ്രായമുള്ളവരും എല്ലാവരും ചേർന്ന് വലിയൊരു കൂട്ടായ്മ. ചാടി എഴുന്നേറ്റ് കുറേ സമയം സ്തുതിച്ചങ്ങ് ആരാധിക്കാം. ഹല്ലേലൂയ. കർത്താവേ, വലിയ ദൈവാരാധനയുടെ അഭിഷേകം സമൂഹത്തിലേക്ക് ചൊരിയണമേ. കർത്താവേ, അതിരം കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടും ആരാധിക്കുന്ന പുതിയ ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. സന്തോഷത്തോടെ കൈയടിച്ച് ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. നന്നായി കൈകൾ അടിച്ച് ഹൃദയം കൊണ്ട് സ്തുതിച്ച് ആരാധിച്ച് സ്തുതിച്ച് കൈയടിച്ച് പാട്ടുപാടി ആരാധിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പസ്തോലന്മാർ ജയിലറയിൽ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ ദൈവാരാധനയുടെ സ്വരം കേട്ടുകൊണ്ടിരുന്നവരുടെ ചങ്ങലകൾ അടിച്ച സജീവനായി ഈശോ ഇവിടെ ഇപ്പോൾ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എന്റെ ദൈവത്തെ. ലോകത്തിൻ നോവിലും ദേശത്തിൻ നടുവിലും ആരാധിക്കും എന്റെ ദൈവത്തെ. നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എന്റെ ദൈവത്തെ. ലോകത്തിൻ നോവിലും ദേശത്തിൻ നടുവിലും ആരാധിക്കും എന്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എന്റെ ദൈവത്തെ. നീങ്ങുവാൻ
രോഗങ്ങൾ മാറുവാൻ സിംഹക്കുഴിയിൽ ആരാധിച്ച പോലെ ആരാധിക്കും എന്റെ ദൈവത്തെ. കൈകൾ ഉയർത്തി ആരാധിക്കും എന്റെ ദൈവത്തെ ഈശോ. പൂർണ്ണ മനസ്സോടെ ഈശോ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എന്റെ ദൈവാരാധന മുമ്പിൽ പൈശാചിക ശക്തികൾ വിട്ടൊഴിഞ്ഞ് നിവർത്തിക്കപ്പെടട്ടെ. By the power of the holy name of Jesus. ഓ ദൈവമേ, ദാനിയേലിന്റെ സഹോദരന്മാർ ദൈവമേ വലിയ അഗ്നിജ്വാലകളുടെ നടുവിൽ ആരാധിച്ചതുപോലെ ദൈവമേ കടബാധ്യതയുണ്ട്, രോഗമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, തകർച്ചകളുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്, വഴി അടഞ്ഞിരിക്കുന്ന മേഖലകളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷെ ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഓ കർത്താവേ, ഇസ്രായേൽ ജനം പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, സൈന്യങ്ങൾ ദൈവമായ കർത്താവേ, 10,000ങ്ങളിലേക്ക് മടങ്ങി വരണമേ. കുടുംബങ്ങളിലേക്ക് മടങ്ങി വരണമേ, കുടുംബങ്ങളിലേക്ക് മടങ്ങി വരണമേ, കുടുംബങ്ങളിലേക്ക് മടങ്ങി വരണമേ, വ്യക്തി ജീവിതങ്ങളിലേക്ക് മടങ്ങി വരണമേ, പ്രശ്നങ്ങളിലേക്ക് വരണമേ, മനബാധ്യതയിലേക്ക് വരണമേ, രോഗത്തിലേക്ക് വരണമേ, തകർച്ചകളിലേക്ക് വരണമേ, ഞെരുക്കങ്ങളിലേക്ക് വരണമേ, പഠിക്കാൻ പറ്റാത്തതിലേക്ക് മടങ്ങി വരണമേ, സങ്കടപ്പെട്ടിരിക്കുന്നതിന് മടങ്ങി വരണമേ, നിരാശയുള്ളവരിലേക്ക് മടങ്ങി വരണമേ, തകർന്നെടുക്കുന്നതിന് മടങ്ങി വരണമേ. കൈകൾ ഉയർത്തി വിളിച്ചിട്ട് യേശുവേ, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, ഈശോയുടെ നാമത്തിന്റെ ശക്തിയാൽ ബന്ധനങ്ങൾ അഴിഞ്ഞ്, കെട്ടുകൾ അഴിഞ്ഞ്, പൈശാചിക പീഡകൾ വിട്ടൊഴിഞ്ഞ് ദൈവജനം യേശുവിന്റെ നാമത്തിൽ വിട്ടുതൽ ഭാവിക്കട്ടെ. ഓ കർത്താവേ, ആരാധിക്കുന്നു, 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈശോയേ, യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ ഈശോയെ അവിടുത്തെ നാമത്തിൽ കാത്തുകൊള്ളണമേ എന്നുള്ള പ്രാർത്ഥന. ഈശോയെ അവിടുത്തെ നാമത്തിൽ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും കൈക്കുഞ്ഞുങ്ങളെ അടക്കം കാത്തുകൊള്ളണമേ കർത്താവേ, കൈവടിയരുത് കർത്താവേ. ഈശോയെ ശരണപ്പെടുന്നു, ആശ്രയിക്കും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇരിക്കാം. അനേകം കുട്ടികൾ മാത്രമല്ല മുതിർന്നവരുമുണ്ട്. വചനങ്ങളെല്ലാം ഇങ്ങനെ അഭിഷേകത്തിൽ ഓരോ ടോക്കുകളും എഴുതി ഇങ്ങനെ എടുക്കുന്നത് കുഞ്ഞുങ്ങളെ അങ്ങനെ ചെയ്യുന്ന വലിയ ഈശോയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ വരുമ്പോൾ ഇതൊക്കെ കാണിച്ചു തരണം, ആ വചനങ്ങൾക്ക് എഴുതി പുസ്തകമായിട്ട് വരണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവഹിതം നിറവേറ്റാനുള്ള തടസ്സങ്ങൾ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ്, എന്താണ് ദൈവഹിതം, അത് നിറവേറണം. ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ പോലും അങ്ങനെയാണ്. നല്ലത്, ദൈവഹിതം അറിയണം, ദൈവഹിതം നടപ്പാക്കണം. വിശുദ്ധ ചാവറപിതാവൊക്കെ പറയുന്ന കാര്യം അതാണല്ലോ. അനേകം വിശുദ്ധാത്മാക്കള് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ദൈവഹിതം നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്പർ 1, നമ്മുടെ ആഗ്രഹം വേണ്ട എന്ന് വയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അവിടെയാണ് ദൈവഹിതം നിറവേറ്റപ്പെടാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ഈശോ പഠിപ്പിച്ച മനോഹരമായ കർത്തൃ പ്രാർത്ഥന
അതിനകത്ത് എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, അല്ല അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് നിറവേറണം. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതം ഈ ഭൂമിയിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ നിറവേറണമെന്നേ ഉള്ളതാണ്. ബോധത്തോടെ ആണെങ്കിലും ബോധത്തോടെ അല്ലാതെ ആണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എൻ്റെ സഹോദരങ്ങളെ, ദൈവഹിതം നിറവേറ്റാനുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ ഒന്ന് ആഗ്രഹം മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹം മാറ്റുക എന്നല്ല, അതിങ്ങനെ പടിപടിയായി നമ്മുടെ സക്കറിയ ദമ്പതി അല്ലെങ്കിൽ നമ്മുടെ സ്നാപയോഹന്നാന്റെ മാതാപിതാക്കളിൽ ഒരു ലൂക്ക 1:59 മുതൽ താഴേക്കുള്ള വചനങ്ങളിൽ ഒരു 5-6 കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വചനത്തിന്റെ പൊരുളഴിയുമ്പോൾ കർത്താവ് കുറച്ച് പ്രകാശം നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. പ്രകാശമുള്ളവർക്ക് ഉജ്ജ്വലിക്കാനും ഇടവരട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ലൂക്കായുടെ വിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 59-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 1:59. വചനം നമുക്ക് ഒരുമിച്ച് സ്ക്രീനിൽ നോക്കി വായിക്കാം. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. സ്നാപയോഹന്നാന്റെ പരിച്ഛേദനത്തിന് നമ്മളിന്ന് മാമോദീസയ്ക്കൊക്കെ കൊണ്ടുവരുന്നത് പോലെ 8-ാം ദിവസം കർത്താവിൻ്റെ ആലയത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരിക. അപ്പോൾ പേരിടണം. പേരിടാൻ ഇവർക്കൊരു ആഗ്രഹമുണ്ട്. അതൊരു കഷ്ടമാണ്, അതൊരു പാരമ്പര്യമാണ്, അതൊരു രീതിയാണ്. ആ രീതി അനുസരിച്ച് പിതാവിന്റെ പേര് സക്കറിയ എന്ന പേരിടുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പക്ഷേ നമ്മുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് ദൈവത്തിന്റെ ആഗ്രഹം വരുമ്പോൾ നമ്മുടെ ആഗ്രഹം മാറ്റാനുള്ള ഒരു ഉറച്ച തീരുമാനം വേണം, ആർജവത്വം. എന്തെങ്കിലും ചെയ്താൽ പോരാ, പിന്നെയോ ഈശോ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അത് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. മക്കളെ കുറിച്ച് പോലും ഭയങ്കരമായ നല്ല തരത്തിലുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ വേണം. ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ ജീവിതത്തിൽ വേണം. അത് തന്നെ നമ്മൾ മുന്നോട്ട് നയിക്കണം. പക്ഷെ അത് ദൈവഹിതത്തിന് അനുസരിച്ചായിരിക്കണം എന്ന് മാത്രം പറഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് അവൻ ആഗ്രഹം അങ്ങനെ നിൽക്കുകയാണ്. അത് മാറ്റുമ്പോഴാണ് ദൈവത്തിന്റെ ആഗ്രഹം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനഭാഗത്തേക്ക് തിരിച്ചു വരും മുമ്പ് വേറൊരു വചനത്തേക്ക് പോയേച്ച് പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു വരാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിന്റെ 12-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് മാർക്ക് ചാപ്റ്റർ 14:12 നമുക്ക് വായിക്കാം. പെസഹ ബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, നിനക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയാ, ഹല്ലേലൂയ. സത്യത്തിൽ എൻ്റെ സഹോദരങ്ങൾ, ഇത്രയും കാലം ഈ ശിഷ്യന്മാർ ഈശോയുടെ കൂടെ ജീവിച്ചത് കൊണ്ട് ഈശോയുടെ ആഗ്രഹത്തെക്കുറിച്ച് ഒരു ധാരണ അവർക്കുണ്ടാവും സ്വാഭാവികമായിട്ട്. ഈശോ രീതികളെക്കുറിച്ച് 3 വർഷം കൊണ്ട് ഏകദേശമൊക്കെ ഒരു പരിചിതം അല്ലേ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പിന്നെ അല്ലെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പിന്നെ ചെറുക്കൻ്റെ അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും എന്നതാണ് ചേട്ടൻ്റെ സ്വഭാവം, മാതാക്കന്മാരുടെ സ്വഭാവം, ഒരു ധാരണയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടും അല്ലേ. എന്ന് പറയുന്നത് പോലെ തന്നെ എവിടെ അപ്പോൾ ഈശോ എവിടെയൊക്കെ ആയിരിക്കും പെസഹാൻ ഒരുക്കാൻ ആഗ്രഹിക്കുന്ന എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അവർക്ക് വേണം ഇങ്ങനെ ചോദിക്കാം. എന്താ ചോദിക്കുന്നത്? ഞങ്ങൾ എന്നാൽ കർത്താവ് ഇതാ ഇവിടെ പോയി ഇന്ന സ്ഥലത്ത് ഇതേപോലെ പെസഹ ഒരുക്കട്ടെ എന്നല്ല ചോദിക്കുന്നത്. നീ എവിടെ പെസഹ ഒരുക്കാനാണ് നീ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിന് ആദ്യം ഈശോയോട് ചോദിക്കണം. അങ്ങനെ ഈശോയോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ ഈശോ ഒരു മറുപടി നൽകുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ വലിയ ദൈവാനുഭവത്തിന്റെ അണയങ്ങോട്ട് ഇപ്പൊ അണകെട്ടങ്ങ് തകർന്നു പോയ ദൈവാനുഭവം അങ്ങോട്ട് അണപൊട്ടി ഒഴുകുക. ഹല്ലേലൂയാ, ഹല്ലേലൂയ. എല്ലാം 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 മുൻകൂട്ടി ഒരുക്കപ്പെട്ടവയാണ്, സംശയമില്ല കാര്യം. എല്ലാം ദൈവത്തിന്റെ എല്ലാ പദ്ധതികളും മുൻകൂട്ടി ഒരുക്കപ്പെട്ടവയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. തുറന്നു കാലത്തെ രംഗം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 13-15 തിരുവചനങ്ങൾ നിങ്ങൾ ഒരുമിച്ച് വായിച്ചു പോകുന്നത് നല്ലതാണ്. ഞാനിത് സ്പീഡ് വായിക്കും, നിങ്ങൾ സ്പീഡിൽ അങ്ങ് വായിച്ചോ. അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക, ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും, അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്ന് കയറുന്നവോ അവിടുത്തെ ഗ്രഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവർ കാണിച്ചു തരും, അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി അവൻ പറഞ്ഞിരുന്നത് പോലെ കണ്ടു. പുള്ളി വ്യത്യാസമില്ല, പറഞ്ഞിരുന്നത് പോലെ കാണുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ പദ്ധതികളെല്ലാം മുൻകൂട്ടി ഒരുക്കപ്പെട്ടവയാണ്. അതുകൊണ്ട് എൻ്റെ കർത്താവേ, ജീവിതത്തിൽ ഏത് കാര്യത്തിനും
ദൈവമേ, എന്താണ് അവിടുത്തെ ആഗ്രഹം? നമ്മുടെ ആഗ്രഹം മാറ്റുന്നത് എന്താണ്? അവിടുത്തെ ആഗ്രഹം കർത്താവ് പറയും. കർത്താവ് പറയുന്നതിനനുസരിച്ച് നമ്മൾ പോകാൻ തുടങ്ങിയാൽ അത്ഭുതങ്ങളുടെ പുറപ്പാടാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, രണ്ടാമത്തെ കാര്യം നമ്മൾ ലൂക്കായുടെ വിശേഷം 1:60 തിരിച്ചു വരികയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ അറിഞ്ഞ ഒരു ദൈവഹിതം, ദൈവത്തിന്റെ തീരുമാനം, ദൈവത്തിന്റെ ചിന്ത, വെളിപ്പെടുത്തപ്പെട്ട സംഗതി, അത് മറ്റുള്ളവരോട് പറയാനുള്ള മടി മാറ്റണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നല്ല വാക്കിൽ പറഞ്ഞാൽ, മറ്റുള്ളവരോട് ദൈവഗതം പറയാനുള്ള മടി നമ്മൾ ഇന്ന് മാറണം. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അനേകർക്ക് ദൈവഗത എന്താണെന്നറിയാം, പക്ഷെ വാ തുറന്ന് പറയില്ല. ജീവനുണ്ട് പറയുക. കാരണം എന്താ? അതിന് പല കാരണങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ വിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 60-ാം തിരുവചനത്തിൽ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും ചിന്ത സക്കറിയ എന്ന് പേരിടാനാണ്. എന്നാൽ അവന്റെ അമ്മ പറയുന്ന ഒരു സെന്റൻസ് ആണ് ഗോസ്പൽ ലൂക്ക് ചാപ്റ്റർ 1:60. എന്നാൽ ശിശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ദൈവഗതത്തിന് വിരുദ്ധമായിട്ടുള്ള പലതരത്തിലുള്ള സംഗതികൾ വരുമ്പോഴും നോ നോ നോ, അങ്ങനെയല്ല, ഇതാണ് ദൈവഗതം, അവന്റെ പേര് യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. നമ്മൾ ദൈവഗതം പറയാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. പറഞ്ഞാൽ എന്ത് വിചാരിക്കും? അവര് മുഷിപ്പാകേണ്ടി വരുമോ? പറഞ്ഞാൽ പ്രശ്നമാകുമോ? നമ്മൾ ഇവിടെ ഇങ്ങനെ 100 കണക്കിന് ന്യായീകരണങ്ങൾ അവനവൻ്റെ ഉള്ളിൽ വെച്ചോണ്ട് എങ്ങനെ ദൈവഹിതം പറയാൻ പറ്റും? ചില സാഹചര്യങ്ങളിൽ ദൈവഹിതം നമുക്ക് പറയാം, ദൈവഹിതം പറയാം, പക്ഷെ കാരണം പറയാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുണ്ട്. ദൈവഹിതം പറയാം, പക്ഷെ കാരണം പോലും പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരും. ഈശോയുടെ ജീവിതം നോക്കുക. യോഹന്നാൻ 4:34, ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 4:34. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്യന്താപേക്ഷിതമായ സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ ദൈവഗതം നിറവേറ്റുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. യോഹന്നാൻ 6:38, ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 6:38. ഈശോ പറയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ആർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള വിഷയമുള്ള കാര്യമല്ല, ഞാൻ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവഹിതം നിറവേറ്റാനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ കാര്യത്തിൽ ഒരു എക്സെപ്ഷൻ ഇല്ല. ലൂക്കായുടെ വിശേഷം 1:63, അവനൊരു എഴുത്തുപലക വരുത്തി അതിൽ എഴുതി യോഹന്നാൻ എന്നാണ് അവന്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സക്കറിയ തന്നെ പറയാണ്. ഞാൻ ഓർക്കാണ്, കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഓർക്കാണ്. അതായത് ഒരു സഹോദരി ആകെ ശരിക്കും പറഞ്ഞാൽ 40% പ്രതീക്ഷയേ ഉള്ളൂ. അതേപോലെ വലിയ പ്രശ്നമായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പോൾ അതിലെ വന്നൊരു ഹെഡ് നേഴ്സ്, ആ ഹെഡ് നേഴ്സിൻ്റെ ദൈവഗതം ഇതാ ഒരു കാര്യം അങ്ങോട്ട് ആ കാര്യം അങ്ങോട്ട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഹെഡ് നേഴ്സിനെ നോക്കിയേ പല തരത്തിലുള്ള സംഗതികളുണ്ട്. പക്ഷെ അത് നോക്കിയില്ല, ഒരു ദൈവഗതം പറയുന്നത് നിങ്ങൾ പറഞ്ഞു. ആ കുടുംബം അനുഗ്രഹം പ്രാപിച്ചില്ല. ആ സാക്ഷി ഒന്ന് കാണാം. വിജിമോൾ റെന്നി, കോടഞ്ചേരി ഇടവകാംഗമാണ്. ഈ ഇടവകയിൽ തന്നെയാണ്. ദൈവത്തിന് സ്തുതി. പറയൂ. എനിക്ക് ഈ ജനുവരി മാസം ലാസ്റ്റ് ആയപ്പോഴത്തേക്കും മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. തുടങ്ങി കഴിഞ്ഞ് ശരീരം മുഴുവൻ ചൊറിച്ചിലായിരുന്നു. കോഴിക്കോട് ഒരു ആശുപത്രിയിൽ കിടന്നിട്ട് ഒരാഴ്ച കിടന്ന് അസുഖം കൂടുന്നല്ലാണ്ട് ഒരു കുറവുണ്ടായില്ല. അവിടുന്ന് ഞങ്ങൾ എറണാകുളത്തേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ടെസ്റ്റുകളെല്ലാം നടത്തി ലിവറിൻ്റെ ബയോപ്സി എല്ലാം എടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 40% ചാൻസ് ഉള്ളൂ. ദൈവമേ, രോഗം ക്രിട്ടിക്കലായി, ഇനി 60% പോക്കാണ്, 40% രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ എന്ന് വിശദമായ ടെസ്റ്റ് നടത്തിയതിന് ശേഷം ഡോക്ടർമാർ ഇവരോട് പറഞ്ഞു, നേരിട്ട് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ മാനസികമായി ഇവരെ ഒരുക്കാൻ വേണ്ടി പറഞ്ഞതാ. അവിടെ 1 മാസം കിടന്നു, എന്നിട്ട് ഒരു കുറവുമില്ല. ശരീരം മുഴുവൻ ചൊറിച്ചിലും, പിന്നെ ദേഹമെല്ലാം മഞ്ഞ കളറായിട്ട് ആള് കണ്ട പോലും അറിയില്ല. എന്നെ മഞ്ഞ കളറായിട്ട് ശരീരത്തിൽ മുഖവും കയ്യും കല്ലൊക്കെ മഞ്ഞ നിറമായി മാറി. ആളെ കണ്ട തിരിച്ചറിയാത്ത പോലെ മഞ്ഞ നിറമായി. അപ്പൊ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ആ ഹോസ്പിറ്റലിലെ ഹെഡ് നേഴ്സ് വന്നു. എന്നോട് ചോദിച്ചാൽ എന്താ വിഷമിച്ചിരിക്കണേന്ന്. ഞാൻ പറഞ്ഞു ഒന്നുമില്ലാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു കയ്യിൽ ഫോൺ ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ യൂട്യൂബിൽ അഭിഷേകാഗ്നി ഉണ്ട്, അതെടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സമയത്ത് എനിക്ക് കിടക്കാൻ പോലും പറ്റില്ല.
അപ്പോൾ ഈ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു എല്ലാവരും മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിക്കണമെന്ന്. അപ്പം ഞാൻ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചു. വിശുദ്ധ കുർബാനയിൽ കൈ തൊട്ട് ഞാനങ്ങ് പ്രാർത്ഥിച്ചു. അപ്പോൾ ശരിക്കും കടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയായിരുന്നു. പക്ഷേ അഭിഷേകാഗ്നിയുടെ സമയത്ത് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി, നിങ്ങളിപ്പോൾ മുട്ടമേൽ നിന്ന് ആരാധനയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ സഹോദരി ആശുപത്രിയിൽ ആ കിടക്കയുടെ അടുത്ത് വയ്യെങ്കിലും അവിടെ മുട്ടമേൽ നിന്ന് പൊങ്ങി ഇരിക്കുന്നവർ കേൾക്കാൻ വേണ്ടിയാണ് പറയണത്. പറ. അപ്പൊ എന്റെ ശരീരത്തിലേക്ക് ഒരു 10,000 ഉറുമ്പുകളൊക്കെ ഇങ്ങനെ അരിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ആ സമയത്ത് ദിവ്യകാരുണ്യ ഈശോയെ ആ മൊബൈൽ ഫോണിലാണെങ്കിലും ഈശോ എങ്ങനെ തൊട്ട് എൻ്റെ ഈശോയെ എനിക്ക് സുഖം വേണം എന്ന് പറഞ്ഞപ്പം ശരീരം നെറുക മുതൽ പാദം വരെ ഒരു 10,000 ഉറുമ്പുകൾ അരിക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ അതിനുശേഷം പിന്നെ രോഗമില്ല. അത് കഴിഞ്ഞ് 4 ദിവസം കൂടെ ആശുപത്രിയിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ പോന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പോകണ്ട, പിന്നെ നിങ്ങൾക്ക് ഇത്രയും കൂടുതലൊക്കെ അല്ലേ, എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോയാൽ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ 1 മാസമായാലും ഇവിടെ കിടക്കണമെന്ന് ചോദിച്ചു. അപ്പൊ എന്നാ പോയിക്കോളാൻ പറഞ്ഞു. വീട്ടിൽ വന്ന് ഒരാഴ്ചയെല്ലാം കഴിഞ്ഞ് പിന്നെ കുളിക്കലും ഭക്ഷണം എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമലായി. പിന്നെ ശരീരത്തിൽ മഞ്ഞപ്പിത്തയില്ല. ഓക്കെ. ആ ആരാധനയുടെ സമയത്ത് ദിവ്യകാരുണ്യത്തെ തൊട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. പിറ്റേ ദിവസം തൊട്ട് ശരീരത്തിന് നല്ല വ്യത്യാസം അല്ലേ. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞ സഹോദരി ഇനി ഇവിടെ കിടക്കുകയും വേണ്ട, ഒന്നും വേണ്ട, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോന്നു. ഇവിടെ വന്നിട്ട് പിന്നെ സുഖമായിട്ട് അങ്ങോട്ട് ഭക്ഷണമൊക്കെ കഴിക്കും. കുറച്ച് നാളായി കഴിക്കാൻ, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ച് പിന്നെ പത്തിയൊന്നുമില്ല, എല്ലാം നോക്കി. ഇപ്പോൾ ഒരു കുഴപ്പം, അതിനുശേഷം ചെന്ന് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ ആഴ്ച സ്കാനിങ്ങും ടെസ്റ്റുകളൊക്കെ നടത്തിയായിരുന്നു, എല്ലാം നോർമലാണ്. എല്ലാം നോർമൽ. ഇപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ അണുക്കൾ ശരീരത്തിൽ ഒട്ടുമില്ലാതെ പരിപൂർണമായിട്ട്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എൻ്റെ സഹോദരങ്ങൾ, ആ ഹെഡ് നേഴ്സിന്റെ കാര്യം ഞാൻ ചിന്തിക്കുകയാണ്. അതായത് ഈ ചേച്ചിയുടെ മകത്ത് ആ വിഷമ സങ്കടം അടിക്കുന്ന സമയത്ത് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ, ഒരു ഉൽപ്പന്നം കിട്ടി, ഒരു ദൈവകത എന്ന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ഇതുകൊണ്ട് അഭിഷേകം കണ്ടങ്ങ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും. ഇനി ആ ചേച്ചിയുടെ കാര്യം ചിന്തിച്ച് നോക്കിയേ അല്ലേ. പിന്നെ വരുവരായി നോക്കിയില്ല, ശരിക്കും തൊട്ട് ആ സെക്കൻഡിൽ ഇടപെട്ടില്ലേ. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മളാണെങ്കിൽ ഇത് പറയുമോ? ഇത് പറയുന്നതിനിടയ്ക്ക് ഞാൻ വേറെ കാര്യം ഓർക്കാണ്. ആ കൺവെൻഷനിലൊക്കെ കരങ്ങൾ ഉയർത്തി ദൈവജനം യേശുവേ യേശുവേ എന്ന് നിലപടി. ശരിക്കും സഹോദര, കൺവെൻഷൻ ശുശ്രൂഷകൾക്ക് ഒക്കെ നമ്മൾ പോകണം. ഒരു മന്ദത മടുപ്പ് കോവിഡൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ പോയിട്ട് കാലം എത്രയായി. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. ഈ ഓരോ വചന ശുശ്രൂഷ നടക്കുന്നത് എന്തുമാത്രം അത്ഭുതങ്ങള് മാനസാന്തരങ്ങൾ ദൈവം ചെയ്യുന്നത്. നിങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ഈ അടുത്ത ആഴ്ച 30 കുറവലങ്ങാട് കൺവെൻഷൻ നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയാണ് കേട്ടോ. വട്ടാലച്ചൻ ഫുൾ കൺവെൻഷൻ നേതൃത്വം നൽകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവഗതത്തിന്റെ മേഖലകളിൽ മൂന്നാമത്തെ ഒരു കാര്യം അതിതാണ്, ചുറ്റുമുള്ളവരുടെ സമ്മർദ്ദത്തെ അതിജീവിക്കണം. ഹല്ലേലൂയ. Hallelujah. ലൂക്കായുടെ വിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിന് 61-ാം തിരുവചനം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേര് ഇല്ലല്ലോ. കണ്ടോ വരുന്ന വഴി. അതായത് ഈ നാട്ടുകാർക്ക് വേറെ ഒരു പണിയില്ലേ, ഇവരെന്തെങ്കിലും പേരിടുവോ എന്തെങ്കിലും ചെയ്യണം. അതല്ല, ഇത് എല്ലാവരും കൂടെ പറഞ്ഞു എങ്ങനെയെങ്കിലും യോഹന്നാൻ എന്നുള്ള പേരിടിക്കരുത്. അപ്പൊ ദൈവഗതം നിറവേറ്റം നമ്മുടെ ആഗ്രഹം മാറ്റണം. ദൈവം പറയും എന്താ ചെയ്യണമെന്ന്. അങ്ങനെ പറയുന്ന കാര്യം മറ്റുള്ള പറയാനുള്ള മടി മാറ്റണം. എന്നിട്ടും മടിയാണ്, ജനസമ്മർദ്ദം ചെലുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ബൈബിളിൽ ചുറ്റുമുള്ള ജനത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ദൈവഗതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച നശിച്ചുപോയ ഒരുപാട് പേര് ചരിത്രം ബൈബിളിലുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 26-ാം തിരുവചനം, രാജാവ് അതീവ ദുഃഖിതനായി, എങ്കിലും തൻ്റെ ശബ്ദത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ച് അവരുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ആരാ കഥാപാത്രം? ഹെറോദേസ് രാജാവ്. നൃത്തമൊക്കെ കൂടി മനോഹരമായിട്ട് നിറഞ്ഞപ്പോൾ ഒരു ഓഫർ കൊടുത്തു. എന്ത് ചോദിച്ചാലും, രാജ്യത്തിന്റെ പകുതി ചോദിച്ചാലും ഹെറോദിയായിട്ട് മകൾക്ക് കൊടുക്കും. ചോദിച്ചു, സ്നാപയോഹന്നാന്റെ ശിരസ്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ കുറിച്ചാണ് പറയുന്നത്. ആരുടെ പേരാണ് കിട്ടുന്നത്? അദ്ദേഹത്തെ കുറിച്ചാണ് പറയുന്നത്. നോക്കിയേ, രാജാവിന് സ്നാപയോഹന്നാനെ വധിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ശബ്ദത്തെ പ്രതി ആൾക്കാരെ ഓർത്ത് വാക്കുകളെ മാനിച്ച് നിരസിക്കാൻ തോന്നിയില്ല. എന്തായിരുന്നു പീലാത്തോസിന്റെ സ്ഥിതി?
പഴയ നിയമത്തിൽ ദാനിയേൽ സിംഹക്കൊടി അറിഞ്ഞപ്പോൾ ആ രാജാവിന്റെ സ്ഥിതി എന്തായിരുന്നു? ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവഗതത്തിന് വേണ്ടി നിലനിന്നാൽ ദൈവം അതുപോലെ അനുഗ്രഹിക്കും. യേശയ്യാ പ്രവചനത്തിലെ 8-ാമത്തെ അധ്യായത്തിന്റെ 10-ാം തിരുവചനം, നിങ്ങൾ കൂടി ആലോചിച്ചു കൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. തീരുമാനം എടുത്തുകൊള്ളുവിൻ, അത് നിലനിൽക്കുകയില്ല. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് എത്ര സമ്മർദ്ദം വന്നാലും ദൈവഗതത്തിന് വേണ്ടി നിലനിൽക്കണം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയ. നാലാമത്തെ കാര്യം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. മറ്റു വഴിക്ക് തടയാൻ നോക്കുമ്പോൾ പിടിച്ചു നിൽക്കണം. ഇവിടെ അമ്മയോട് വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നോക്ക്. ലൂക്കയുടെ ശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 62-ാം തിരുവചനം, ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് അവന്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ, എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്താൻ നോക്കുകയാണ് അല്ലേ? അദ്ദേഹം സംസാരിക്കാൻ പറ്റിയല്ല, ഉടനെ പിന്നെ ആംഗ്യം കാണിച്ചു ചോദിക്കുന്ന അപ്പൊ നോക്കിയേ, ഇവിടെ സക്കറിയ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ജീവിത പങ്കാളി കേൾക്കണം, അവിടെ അങ്ങനെ തടയാൻ നോക്കുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ദൈവഗതത്തിന് അനുയോജ്യമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ, അതായത് നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് പറയിപ്പിച്ചാൽ തീരുമാനം മാറ്റുമെന്ന് നോക്കിയിട്ട് വരുന്ന ചില ദുഷ്പാത്മ പ്രേരണകൾ ശ്രദ്ധിക്കപ്പെടാൻ ഇടവന്നിട്ടുണ്ട്. സക്കറിയ അവിടെ നിന്നില്ല, സക്കറിയ എഴുത്ത് പോലെ വരുത്തി യോഹന്നാൻ എന്ന പേരെന്ന് എഴുതി നമ്മൾ കണ്ടതാണ്. എന്നാ സംഭവിച്ചത്? അവിടെ സംഭവിച്ച കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരത്തെ സക്കറിയ ദൈവഗതം അനുസരിക്കാതിരുന്നപ്പോൾ ഒരു ബോണ്ടേജ് ഉണ്ടായി. അതായത് ഒരു പുത്രൻ ജനിക്കാൻ പോകുന്ന വാർത്ത വിശ്വസിച്ചില്ല, അനുസരിച്ചില്ല. അവിടെ ഒരു ബോണ്ടേജ് ഉണ്ടായി, ഒരു ബന്ധനമുണ്ടായി. എന്നാൽ അത് അഴിഞ്ഞതെപ്പോഴാ? അടുത്ത ദൈവഗതം എന്തായിരുന്നു? സ്നാപക യോഹന്നാൻ എന്ന് പറയുന്ന പേരിടണം. അപ്പോൾ അവന്റെ നാമന്റെ കെട്ടഴിഞ്ഞു. അതുകൊണ്ട് ദൈവഗതത്തിന് വിരുദ്ധമായി എടുക്കുന്ന ഏത് തീരുമാനവും നമ്മളെ ബോണ്ടേജിലാക്കി കളയും. ദൈവഗതത്തിന് അനുകൂലമായ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾക്ക് നേരത്തെയുള്ള പല ബന്ധനങ്ങളും അഴിയാണ്. അതാണ് പരാജയം പോലും നമ്മളെ കൃപയിലേക്ക് എത്തിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവഹിതം നിറവേറ്റാനുള്ള തടസ്സങ്ങളെ അതിജീവിച്ചു പോയ സ്ലീഹന്മാരുടെയൊക്കെ പ്രത്യേക മധ്യസ്ഥതയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവഗതത്തിന് വിരുദ്ധമായ ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് തീരുമാനങ്ങൾ, ദൈവമേ, ദൈവഗതം പലപ്പോഴും പറയാതെ പലവിധ കാരണങ്ങൾ കൊണ്ട് മാറി നിന്നത്, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ സാധിക്കാതെ പോയത്, ദൈവമേ, മറ്റു വഴിക്ക് തടയാൻ തോന്നിയപ്പോൾ ദൈവമേ നോക്കിയപ്പോൾ അതിനകത്തൊക്കെ വീണുപോയത് എല്ലാത്തിനെയും അനുദപിക്കുകയാണ്. കർത്താവെ, സക്കറിയയുടെ ജീവിതത്തെ സംഭവിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളും ദൈവഗതം നിറവേറ്റാൻ തീരുമാനം എടുക്കുമ്പോൾ കർത്താവെ, കഴിഞ്ഞ കാലങ്ങളുള്ള പല ബോണ്ടേജുകളും കെട്ടുകളും കർത്താവെ, ഞങ്ങൾ സാക്ഷ്യത്തെ കേട്ടതുപോലെ വിശുദ്ധ ശക്തി പുറപ്പെട്ട് കർത്താവെ അവിടെ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരും ഇപ്പൊ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ആരാധന, ആരാധന, യേശുവേ, ആരാധന, ആരാധന, ആരാധന. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടേശുവേ, നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടേശുവേ, നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. കൈകൾ ഉയർത്തി വിളിക്കട്ടെ ഈശോയേ. യേശുവേ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. പൈശാചിക ശക്തികൾ വിട്ടൊഴിഞ്ഞ് നിത്യാന്തി നിബന്ധിക്കപ്പെട്ട